നമസ്കാരം. ഇന്നത്തെ ഡി ഫോക്കസ് തുടങ്ങുന്നു. കൊച്ചി മെട്രോ ട്രാക്കിലാവുകയാണ്. മലയാളികളുടെ സ്വപ്ന കുതിപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. നാളെ കൊച്ചിയും കേരളവും രാജ്യത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറും. കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനത്തിനായുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. നാളെ രാവിലെ 11 മണിക്ക് കലൂർ സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മെട്രോയുടെ ഉദ്ഘാടനം നിർവഹിക്കുക. ഉദ്ഘാടന പരിപാടികളുടെ ഭാഗമായി കൊച്ചിയിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മെട്രോ ഉദ്ഘാടന ചടങ്ങുകൾക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അവസാനവട്ട ഒരുക്കത്തിലാണ് കൊച്ചി. കലൂർ സ്റ്റേഡിയത്തിന് സമീപം തയ്യാറാക്കിയ പ്രത്യേക വേദിയിലാണ് ഉദ്ഘാടന പരിപാടി ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടന പന്തലിൽ 3500ഓളം പേരാണ് അതിഥികളായി ഉണ്ടാവുക. ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമേ പ്രവേശനമുണ്ടാകൂ. രാവിലെ 10:15 വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ നാവിക വിമാനത്താവളമായ INS ഗരുഡയിലെത്തുന്ന പ്രധാനമന്ത്രി 10:30 മെട്രോയിൽ യാത്ര ചെയ്യും. തുടർന്ന് 11 മണിക്ക് ഉദ്ഘാടന വേദിയിലെത്തും. പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച വൻ സുരക്ഷയിലാണ് നഗരം. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് സംസ്ഥാന പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്. ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. നഗരത്തിലെ പ്രധാന പാതകളിൽ പ്രത്യേക വാഹന പരിശോധനയും ഉണ്ടാകും. ആലുവ മുതൽ പാലാരിവട്ടം വരെയുള്ള 13 കിലോമീറ്റർ ദൂരത്തിലാണ് മെട്രോ ട്രാക്കിലാകാൻ ഒരുങ്ങുന്നത്. മീഡിയ 1 കൊച്ചി. കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാകുമ്പോൾ ഈ വിഷയം പരിശോധിക്കുകയാണ് ഡി ഫോക്കസ്. പൊതുപ്രവർത്തകനായ ജയചന്ദ്രൻ കൊച്ചിയിൽ നിന്നൊപ്പം അൻവർ സാദത്ത് MLAയും കൊച്ചിയിൽ നിന്ന് തത്സമയം ഉണ്ടാകും. മറ്റ് അതിഥികളെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുകയാണ്. ശ്രീ ജയചന്ദ്രൻ, പ്രതീക്ഷിച്ചതിലും അല്പം വൈകിട്ടാണെങ്കിലും കൊച്ചി മെട്രോ എന്ന വലിയ സ്വപ്നം അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ്. നാളെ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ ഒരുപക്ഷെ കൊച്ചിയും കേരളവും രാജ്യത്തിൻ്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്. എങ്ങനെയാണ് ഈ നിമിഷത്തെ കൊച്ചിയിൽ നിന്ന് കാണുന്നത്? കൊച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം മെട്രോ റെയിലിന് കാത്തിരിപ്പ് തുടങ്ങിയത് 2005 മുതലുള്ള കാത്തിരിപ്പാണ്. അതിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ചാൽ 1990 കേരളത്തിൽ വന്ന ഇന്ത്യയിലാകെ വന്ന സാമ്പത്തിക പരിഷ്കരണത്തിൻ്റെ ഭാഗമായി കൊച്ചി കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണമായി ഉയർന്നു വന്നു. അന്ന് നടന്ന ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കണ്ട ഒരു കാര്യം 2020 ആകുമ്പോഴേക്കും വാഹനപ്പെരുപ്പം മൂലം കേരളത്തിലെ ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെടുന്ന നഗരം കൊച്ചിയായി മാറും എന്നുള്ളതാണ്. 1 മണിക്കൂർ കൊണ്ട് 5 കിലോമീറ്റർ ദൂരം മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് 2020 ആകുമ്പോഴത്തേക്കും കേരളത്തിൻ്റെ അല്ലെങ്കിൽ കൊച്ചിയുടെ ഗതാഗത സമ്പ്രദായത്തിൽ വരുന്ന മാറ്റം. ഇതിന് എന്ത് പരിഹാരം കാണും എന്നത് അന്ന് 2005 എറണാകുളത്ത് ടൗൺ ഹാളിൽ വെച്ച് ചേർന്ന ഒരു യോഗത്തിൽ ജനപ്രതിനിധികളും കൊച്ചിയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുമായ മുഴുവൻ ആളുകളും ചേർന്നപ്പോൾ വിദേശ രാജ്യങ്ങളിൽ സിംഗപ്പൂർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളതുപോലെ മെട്രോ റെയിൽ ആണ് ഇതിന് പരിഹാര മാർഗം എന്നാണ് ഉരുത്തിരിഞ്ഞ ഒരു കാര്യം. അത് പ്രധാനമായി പറഞ്ഞത് ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള നഗരങ്ങളിലേക്ക് ഒന്നായി കൊച്ചി മാറാൻ പോകുന്നു. ജനജീവിതം പോലും ദുസ്സഹമാകുന്ന വിധത്തിൽ കൊച്ചിയിൽ വാഹനത്തിൻ്റെ പുകയും ഒച്ചയും മൂലം വലിയ ഒരു അവസ്ഥ സംജാതമാകാനുള്ള സമയം ആയിക്കഴിഞ്ഞു എന്നുള്ളതാണ്. കൊച്ചി മെട്രോയെ സംബന്ധിച്ച് അല്ലെങ്കിൽ മെട്രോ റെയിലിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്, മെട്രോ റെയിലിന് ഒച്ചയുമില്ല, പുകയുമില്ല. ഏറ്റവും പൊല്യൂഷൻ കുറഞ്ഞ ഒരു സംവിധാനം, യാത്രാ സംവിധാനമാണ് മെട്രോ റെയിൽ. സിംഗപ്പൂരും ബാക്കി എല്ലാ വികസിത രാജ്യങ്ങളിലും അത്തരമൊന്നാണ്. കൽക്കട്ടയിലാണ് ആദ്യത്തെ മെട്രോ റെയിൽ കോർപ്പറേഷൻ വരുന്നതും അവിടുത്തെ മെട്രോ ഓടുന്നതും. അത് കഴിഞ്ഞ് ഡൽഹിയിൽ വന്നു, പിന്നെ ബാംഗ്ലൂർ വന്നു, പിന്നെ അത് ചെന്നൈയിലെത്തി. ഇപ്പോൾ നാളെ കൊച്ചി മഹാനഗരവും മെട്രോയുടെ പരിധിയിലേക്ക് എത്തിച്ചേരുകയാണ്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം, കൊച്ചിയിലെ സാമാന്യ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വാഹന ഗതാഗതത്തും കൊണ്ട് വീർപ്പ് മുട്ടുന്ന നഗരങ്ങളിലൊന്നാണിത്. ഓരോ ദിവസം ചെല്ലുന്തോറും വാഹന ഗതാഗതത്തിൻ്റെ പെരുപ്പം അതുപോലെ കൂടുകയാണ്. 90കൾക്ക് ശേഷം നമ്മുടെ ഓരോ വീടുകളിലും ഒരു ഇരുചക്ര വാഹനമെങ്കിലും ഇല്ലാത്ത ഒരു വീട് പോലും ഇല്ലാത്ത ഒരവസ്ഥ വരികയും
ഈ വാഹനങ്ങളെല്ലാം റോഡിലിറങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ അൻവർ സാദത്ത് MLA, ഒരുപക്ഷേ ഇങ്ങനെ ജനങ്ങൾ നാളുകൾ എണ്ണി ദിവസങ്ങൾ എണ്ണി കാത്തിരുന്ന ഒരു പദ്ധതി ഒരുപക്ഷേ ഇതിനു മുൻപ് കേരളത്തിൽ ഉണ്ടായിരിക്കില്ല. അത്രമാത്രം പ്രചുര പ്രചാരമാണ് കേരളത്തിലുടനീളം കൊച്ചി മെട്രോയ്ക്ക്. കൊച്ചിയിലാണ് മെട്രോ വരുന്നതെങ്കിലും കേരളം ഒന്നടങ്കം അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇത്രയും നാൾ. അത് നാളെ യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. പ്രധാനമന്ത്രി നാളെ അത് സമർപ്പിക്കാൻ പോവുകയാണ്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ നിമിഷത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും ഇത് കൊച്ചിയുടെ മാത്രം സ്വപ്നമല്ല, ഇത് കേരളത്തിലെ എല്ലാ ജനതയുടെയും വലിയൊരു സ്വപ്നമായിരുന്നു കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാകുന്നുള്ളത്. പിന്നെ അതിലൂടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ആലുവക്കാരുടെ സ്വകാര്യ അഹങ്കാരം കൂടിയാണ്. ഞങ്ങൾ ആലുവയിൽ നിന്നാണ് ഈ മെട്രോ ആരംഭിക്കുന്നത്. അപ്പോൾ അതിൽ ആലുവക്കാരെ സംബന്ധിച്ച് അവിടുത്തെ ജനപ്രതിനിധി എന്ന നിലയിലും അവിടെ ആലുവക്കാരുടെ നിലയിലും അതിലേറെ സന്തോഷം ഞങ്ങൾക്കുണ്ട്. നമുക്കറിയാം ഈ പദ്ധതി ഉമ്മൻചാണ്ടി ഗവൺമെൻറ് UDFൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇച്ഛാശക്തിയോടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ പദ്ധതി ഇന്നിപ്പോൾ നാളെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇത് രാജ്യത്തിന് സമർപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പൊല്യൂട്ടർ അല്ലാത്ത രീതിയിലുള്ള ഒരു സംവിധാനമാണ്, കൂടുതൽ പൊല്യൂട്ടർ അല്ലാത്ത രീതിയിൽ സംവിധാനമാണ് നമുക്കറിയാം ഈ റെയിൽവേ കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാകും നമുക്കുണ്ടാകാൻ പോകുന്നത്. അതുപോലെ തന്നെ ട്രാഫിക് കുരുക്കുകൾ ഒഴിവാക്കുന്നു. വേഗത്തിൽ നമുക്ക് നഗരത്തിലേക്ക് ചെല്ലാനുള്ള സാഹചര്യങ്ങൾ കൂടി വരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ചോളം വലിയ പ്രതീക്ഷയേകുന്ന, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ദീർഘവീക്ഷണത്തോടെ ഫ്യൂച്ചറിൽ വരുന്ന തലമുറക്കും കൂടി വലിയ പ്രതീക്ഷയേകുന്ന ഒരു പദ്ധതിയായിട്ടാണ് നമ്മൾ കൊച്ചി മെട്രോ പദ്ധതി നമ്മൾ കാണുന്നത്. തീർച്ചയായും. ശ്രീ ജയചന്ദ്രൻ, പല വിധത്തിലുള്ള തർക്കങ്ങളെ തുടർന്ന് മറ്റു പല പദ്ധതികളെയും പോലെ കൊച്ചി മെട്രോയും ഫയലിൽ ഒതുങ്ങുമോ എന്നുള്ള ഒരു സംശയം പോലും ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് പറഞ്ഞതിലും അല്പം വൈകിട്ടാണെങ്കിലും കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും വേഗത്തിൽ പൂർത്തിയായ ഒരു മെട്രോ എന്നുള്ള ഒരു പ്രത്യേകത കൂടി കൊച്ചി മെട്രോയ്ക്കുണ്ട്. DMRCയുടെയും ഈ ശ്രീധരൻ്റെയും ഒക്കെ നേതൃത്വം, അതോടൊപ്പം KMRLന്റെ വൈദഗ്ധ്യം, ഇതൊക്കെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നിർമ്മാണത്തിൽ കൊച്ചി മെട്രോ മറ്റു മെട്രോകളിൽ നിന്ന് എത്രമാത്രം വ്യത്യസ്തമാണ്, എത്രമാത്രം വൈദഗ്ധ്യമുള്ളതാണ്? കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലത്ത് മെട്രോ യാഥാർത്ഥ്യമാകുമോ എന്ന് പോലും സംശയമുണ്ടായിരുന്നു. ആ സംശയം എല്ലാം ദൂരീകരിക്കപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഏതാണ്ട് 2016 ജൂണിൽ ഓടേണ്ട മെട്രോ വലിയ വ്യത്യാസമൊന്നുമില്ലാതെ ഒരു വർഷത്തെ താമസം മാത്രമാണ് ആകെ ഉണ്ടായിട്ടുള്ളത്. എറണാകുളത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരു ചെറിയ റോഡ് പോലും വീതി കൂട്ടിയെടുക്കണമെങ്കിൽ ഇപ്പോൾ പുല്ലേപ്പടി തമ്മനം റോഡ് വീതി കൂട്ടിയെടുക്കാനായിട്ട് കഴിഞ്ഞ 15 വർഷമായി എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും നടന്നിട്ടില്ല. അത് കൃത്യമായി DMRCയും KMRLും അതിൻ്റെ തൊഴിലാളികളും വളരെ വ്യക്തമായി സുദൃഢമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതുണ്ടായത്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കൊച്ചി നിവാസികൾ ഈ മെട്രോ റെയിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വലിയ ബുദ്ധിമുട്ട്, അവരുടെ തന്നെ മെട്രോ റെയിൽ കോർപ്പറേഷൻ്റെ തന്നെ ഒരു പരസ്യത്തിൽ പറഞ്ഞിരുന്നത് നെല്ലിക്ക കയ്ക്കും കുറേ കഴിയുമ്പോൾ മധുരിക്കും എന്നുള്ളതാണ്. അങ്ങനെ വലിയ കയ്പ് സഹിച്ച്, പ്രത്യേകിച്ച് എറണാകുളം നഗരത്തിലെ MG റോഡ് പോലെ വളരെ പ്രശസ്തമായ ഒരു നഗരം, ആ നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെരുവിൻ്റെ വ്യാപാര ആവശ്യങ്ങളെല്ലാം തന്നെ ഇത് തുടങ്ങിയതിന് ശേഷം പൂർണ്ണമായും ഇല്ലാതാകുകയും അവിടെ നിന്ന് പറിച്ചു നടപ്പെടുകയും ചെയ്തു. സഹോദരയ്യപ്പൻ റോട്ടിലെ വികസനവുമായി ബന്ധപ്പെട്ടിട്ട് മെട്രോ റെയിലിൻ്റെ തൂണുകൾ പണിതത് മുതൽ ആ റോഡിൻ്റെ ഇരുവശത്തും താമസിക്കുന്നവരെല്ലാവരും തന്നെ വലിയ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിച്ചെങ്കിലും കൊച്ചി നിവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വലിയ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കരണത്തിന് വേണ്ടി ഈ ബുദ്ധിമുട്ടുകളെല്ലാം സഹിക്കാൻ അവർ തയ്യാറായിരുന്നു. ആദ്യമേ തന്നെ പറഞ്ഞിരുന്നത് ആലുവ മുതൽ എറണാകുളം വരെയുള്ള തെരുവിലാണ് ഏറ്റവും കൂടുതൽ വാഹനപ്പെരുപ്പവും തിരക്കുമുണ്ടാകുന്നത്. ആ തെരുവ് മാറ്റിയെടുത്തിട്ട് അതിൻ്റെ വാഹനപ്പെരുപ്പത്തെ ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് മെട്രോ റെയിൽ അല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് കൊച്ചി നിവാസികൾക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഒരു യാഥാർത്ഥ്യമായത്. അതിന് ഈ സഹനം അനുഭവിച്ച കൊച്ചി ജനതയോട് മെട്രോ റെയിൽ കോർപ്പറേഷനും DMRCയും എല്ലാം തീർച്ചയായും വലിയ സഹനമാണ് ജനങ്ങൾ അനുഭവിച്ചത്. ശ്രീ അൻവർ സാദത്ത് MLA, കൊച്ചി മെട്രോയെ കുറിച്ച് പൊതുവെ പറഞ്ഞിട്ടുള്ളത് ഇത് ഒരു മുഖം മിനുക്കുന്ന പദ്ധതിയല്ല, മറിച്ച് കൊച്ചിയുടെ മുഖം മാറ്റുന്ന ഒരു പദ്ധതിയാണ് കൊച്ചി മെട്രോ എന്നാണ്. എന്തൊക്കെയായിരിക്കും ഈ മെട്രോ വരുന്നതോടുകൂടി കൊച്ചിയുടെ, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയ്ക്ക് സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട മാറ്റം? തീർച്ചയായിട്ടും ഇത് ഒരു മുഖം മിനുക്കുന്ന പദ്ധതിയല്ല.
ഇത് കൊച്ചിയെ അന്താരാഷ്ട്ര ലെവലിൽ തന്നെ നമ്മുടെ കൊച്ചിയെ കൂടുതൽ അറിയപ്പെടുവാനും അല്ലെങ്കിൽ പല കാര്യങ്ങളിലും നമുക്ക് കൊച്ചിയെ ലോക സമൂഹത്തിൻ്റെ മുന്നിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊച്ചിക്കാരെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട് ആലുവ മുതൽ എറണാകുളം വരെ സ്ഥലമെടുപ്പിന് ആ സ്ഥല ഉടമകൾ സഹകരിച്ചു. ഇതുകൂടാതെ തന്നെ അന്നത്തെ ഗവൺമെൻറ്, ഞാൻ പറഞ്ഞില്ലേ, ഗവൺമെൻറ് സ്ഥലമെടുപ്പിന് കാര്യത്തിന് തുക അനുവദിക്കുന്ന കാര്യത്തിലായാലും ഞാൻ ഓർക്കുന്നു അന്നത്തെ ജില്ലാ കളക്ടർ ഷെയ്ഖ് ഫരീദുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ എന്ന് വെച്ചാൽ ഈ സ്ഥലം ഉടമകളെ വളരെ തന്ത്രപൂർവ്വം അവരെ പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവരൊന്നും ഒരു തർക്കവും കൂടാതെ സ്ഥലം ഏറ്റെടുക്കുക എന്നുള്ള ഒരു പദ്ധതിയിൽ ഏറ്റവും വലിയ വിജയം. നമ്മുടെ നാട്ടിൽ സ്ഥലം ഏറ്റെടുപ്പും വലിയ പ്രക്ഷോഭങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അവിടെയൊക്കെ അതിനൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ശ്രീ ഷെയ്ഖ് ഫരീദും അതുപോലെ തന്നെ അതിലൊന്ന് കളക്ടർ ശ്രീ രാജമാണിക്യമായാലും അതുപോലെ തന്നെ അന്നത്തെ ഗവൺമെൻറ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്, അന്നത്തെ റവന്യൂ മന്ത്രി ശ്രീ അടൂർ പ്രകാശ് അടക്കം അങ്ങനെ ഉള്ള ആളുകളൊക്കെ ഇത് ലാൻഡ് ഏറ്റെടുക്കുവാനുള്ള കാര്യങ്ങളിലൊക്കെ കാണിച്ച ഒരു നല്ലൊരു സമീപനമാണ് ഈ പദ്ധതിയെ ഇന്നിപ്പോൾ KMRനിലായാലും ശരി മറ്റുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യാണ്ടവർക്കും ഈ പണി പൂർത്തിയാക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത്. അപ്പോൾ അതുകൊണ്ട് ഈ പദ്ധതി നമുക്ക് കൊച്ചിയെ സംബന്ധിച്ചോളം കൊച്ചിയുടെ മുഖച്ഛായ തന്നെ മാറ്റും. ഇനി അത് നമുക്ക് യഥാർത്ഥമായി കൊച്ചിയിലേക്കും നീട്ടണം, അതുപോലെ തൃപ്പൂണിത്തുറയിലേക്ക് വരണം, നെടുമ്പാശ്ശേരിയിൽ നിന്നും അങ്കമാലിയിലേക്കും വരണം, അങ്ങനെ പിന്നെ കാക്കനാടേക്കും പോകണം. അങ്ങനെ ഇത് പൂർത്തീകരിക്കുമ്പോഴാണ് ഇതിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഒരു വൈബിൾ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റായി മാറുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതുകൂടാതെ തന്നെ നമുക്ക് ചെറിയ പരിഭവങ്ങളുമുണ്ട്. പരിഭവങ്ങൾ വേറൊന്നുമില്ല, നമുക്ക് ഇപ്പോൾ വേണ്ട രീതിയിലുള്ള പാർക്കിംഗ് സൗകര്യമില്ല. അത് KMRന്റെ അടുത്തും ബഹുമാനപ്പെട്ട ഈ ഇപ്പോഴുള്ള മുഖ്യമന്ത്രിയുടെ അടുത്തും ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആലുവയിൽ വന്ന് മെട്രോ റെയിലിൽ കയറാൻ പോകുന്ന ആളുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല. അപ്പോൾ ആ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൂടി ഒരുക്കി തരണമെന്ന് മൾട്ടി ലെവൽ പാർക്കിംഗ് കാരണം ഇവിടെ വരുമ്പോൾ ആളുകൾക്ക് ഈ കാറ് അവർ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം അവർക്ക് എറണാകുളത്തേക്ക് പോകാൻ. അപ്പോൾ അതിനുള്ള പാർക്കിംഗ് ഫെസിലിറ്റി ഇപ്പോൾ അവർ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അത് പരിമിതമാണ്. അപ്പോൾ എല്ലാ സ്റ്റേഷനുകളിലും കൂടുതൽ പാർക്കിംഗ് സൗകര്യം. ഞാൻ താങ്കളേക്ക് വരാം. PT തോമസ് MLA കൂടി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ PT തോമസ് MLA, കേരളവും പ്രത്യേകിച്ച് കൊച്ചിയും നാളുകൾ എണ്ണി കാത്തിരിക്കുകയായിരുന്നു നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടി. കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് ഈ നിമിഷം പങ്കുവയ്ക്കുക? കൊച്ചിയുടെ എക്കാലത്തെയും ഒരു സ്വപ്നമായിരുന്നു കൊച്ചി മെട്രോ. മാത്രമല്ലാതെ കേരളത്തിന്റെ ഏറ്റവും വലിയൊരു വികസന യാഥാർത്ഥ്യമായി തീരുന്നതും കൂടെയാണ്. തീർച്ചയായും അതിൽ എല്ലാവർക്കും സന്തോഷിക്കാൻ കഴിയുന്ന ഒരു നിമിഷമാണ്. അതിന് ചില പോരായ്മകളെല്ലാം ഉണ്ട്. ബഹുമാനപ്പെട്ട ഇതിന്റെ ശില്പിയായി അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി അടക്കം അടക്കമുള്ള ആളുകളെ കൂടി അതിലേക്ക് ക്ഷണിച്ചതിൽ കൂടി അതിനൊരു ഔന്നിത്യം കൂടുമായിരുന്നു. ഏതായാലും അതുണ്ടായില്ല. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഇതിൻ്റെ അകത്ത് ചെറിയ ചില നോട്ടപ്പിശകുകൾ അവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഈ മെട്രോ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഇവിടെ നേരത്തെ എന്റെ സ്നേഹിതൻ അൻവർ സാദത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടെ വലിയൊരു സ്പീഡിൽ ആളുകൾക്കെല്ലാം യാത്ര ചെയ്യാൻ കഴിയും എന്നതോടൊപ്പം തന്നെ കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകൾ ഈ ടൂറിസ്റ്റുകൾ വരുന്നത് പോലെ മെട്രോ കാണാൻ വരികയും അതേ തുടർന്നുണ്ടാകുന്ന അഭൂതപൂർവമായ ഒരു തിരക്കും അവർക്ക് പാർക്കിങ്ങിനും മറ്റും അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളും ഒക്കെ വളരെ ഗുരുതരമായി അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ്. ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ആരുടെയെങ്കിലും കുറ്റമാണ് എന്ന അർത്ഥത്തിലല്ല. ശ്രീ ജയചന്ദ്രൻ, വർദ്ധിച്ചു വരുന്ന വാഹനത്തിരക്ക്, അതുമൂലമുണ്ടാകുന്ന സമയനഷ്ടം, ഈ വലിയ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം എന്ന രീതിയിലാണ് മെട്രോ വരുന്നത്. അത്തരം വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തക്കത്തിലുള്ള ഒരു പരിഹാരമായി കൊച്ചി മെട്രോ അടുത്ത ദിവസം മുതൽ തന്നെ മാറും എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമോ? അല്ല, അങ്ങനെയല്ല. നമ്മൾ ഒരു ദിവസം ഇന്നൊരു പെട്ടെന്ന് തന്നെ നാളത്തേക്കൊന്നും മാറാൻ സാധ്യതയില്ല. ഇതിൻ്റെ പൂർണ്ണമായി തീരുമ്പോൾ ഇപ്പോൾ മെട്രോ റെയിലിനെ സംബന്ധിച്ചിടത്തോളം അത് പകുതി വഴി മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ. ആലുവ മുതൽ പാലാരിവട്ടം വരെ എന്നുള്ളത് പേട്ട വരെ വരേണ്ടതിൻ്റെ പകുതി വഴിയാണ്. ഈ പകുതി വഴിയിൽ പെരുക്കമൊക്കെ ഒന്നും അവസാനിപ്പിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ ക്രമേണ ഇതൊരു സംസ്കാരമായി മാറുന്നു എന്നുള്ളതാണ് മറ്റ് വിദേശ രാജ്യങ്ങളിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആദ്യമൊക്കെ മെട്രോ റെയിൽ കോർപ്പറേഷൻ ഒരു കയറി യാത്ര ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി അതൊരു കൗതുകത്തിലെ യാത്രയായിരിക്കും. ക്രമേണ ഇത് ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം നടന്നു പോയാൽ പോലും സുഖകരമായി വളരെ വേഗത്തിൽ വാഹനപ്പെരുപ്പങ്ങളില്ലാതെ കടന്നു പോകേണ്ട ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നു, മാനസികമായി തന്നെ.
അപ്പോൾ അതിനോട് നിങ്ങൾ പൊരുത്തപ്പെടും. ഇപ്പോൾ മെട്രോ റെയിൽ തുടങ്ങിയതിന് ശേഷം ഇത്രയും കാലവും ജനവും ഇതിനോട് പൊരുത്തപ്പെട്ടതുപോലെ തന്നെ നാളെ മെട്രോ റെയിലുമായി ബന്ധപ്പെട്ട യാത്രയോടും കൊച്ചിയിലെ ജനം കൊച്ചിയെ സംബന്ധിച്ചൊരു മെട്രോ സിറ്റിയാണ്. മറ്റ് ജില്ലകളിലെ ആസ്ഥാനങ്ങളിലോ മറ്റു പട്ടണങ്ങളിലോ വ്യത്യസ്തമായി ആയിരക്കണക്കിന് ആളുകളാണ് ഇതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ വാഹനപ്പെരുപ്പം സൃഷ്ടിക്കുന്നത്. ക്രമേണ പേട്ടയിലേക്ക് എത്തുന്നു, അത് കഴിഞ്ഞ് തൃപ്പൂണിത്തുറയിലേക്ക് എത്തുമ്പോഴത്തേക്കും ഈ യാത്ര ഒരു സൗകര്യമായി ജനം 2-3 കൊല്ലത്തിനുള്ളിൽ, ഇപ്പം 2.5 വർഷം കൊണ്ട് തൃപ്പൂണിത്തുറയിൽ എത്തുമെന്നാണ് പറഞ്ഞത്. ആ 2.5 വർഷം കഴിഞ്ഞിട്ട് അടുത്ത ഒരു 2 വർഷത്തിനുള്ളിൽ ഈ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഗതാഗത സംവിധാനത്തിൽ പൂർണ്ണമായി ഒരു അഴിച്ചുപണി വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇത് നാളെ കൊച്ചിയിലേക്കും അത് കഴിഞ്ഞ് കാക്കനാടേക്കും മറ്റ് പ്രാന്തപ്രദേശങ്ങളിലേക്കും ഒക്കെ നീക്കാം. എന്നെ സംബന്ധിച്ച് ഞാനിതിൽ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ട് പുകയുമില്ല ഒച്ചയുമില്ലാത്ത ഒരു സംവിധാനം മറ്റൊന്നുമില്ല ഈ ലോകത്ത്. ഇനി ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഫ്ലൈ ഓവറുകൾ ഉണ്ടാക്കിയാൽ വാഹന യാത്ര സൗകര്യം ഉണ്ടാകുമെന്നൊക്കെ ഇതുണ്ടെങ്കിൽ പോലും അപ്പോഴും വരാവുന്ന ബുദ്ധിമുട്ടുകൾ ഈ പൊല്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഒരു പരിഹാരമാർഗം ഇന്ന്, അതുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങളിലെല്ലാം ഇത് വന്നത്. കുറച്ച് നാൾ, ഏതാണ്ട് 5 വർഷത്തിനുള്ളിൽ ഇത് ഈ പോകുന്ന വാഹനത്തിന് പകരമായി മെട്രോ റെയിലിൽ പോകാനുള്ള ഒരു മാനസികാവസ്ഥയിലെത്തും. തീർച്ചയായും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ അൻവർ സാദത്ത് MLA, മറ്റൊരു പദ്ധതികൾക്കും കാണാത്ത ഒരു ഒത്തൊരുമയാണ് കേരളം കൊച്ചി മെട്രോയുടെ കാര്യത്തിൽ കാണിച്ചിട്ടുള്ളത്. അത് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ഒക്കെ ആദ്യാവസാനം വരെ അതുണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷം ഉണ്ടായിട്ടുള്ള ചില വിവാദങ്ങൾ അതുകൂടി ഒഴിവാക്കേണ്ടതായിരുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ശ്രീധരനെ വേദിയിൽ ഇടം കൊടുക്കാത്തൊരു വിഷയം വന്നു, അത് ഒടുവിൽ പരിഹരിച്ചുവെങ്കിൽ പോലും അത് അടക്കം ഒഴിവാക്കേണ്ടതായിരുന്നില്ല ഈ അവസാന ഘട്ടത്തിൽ വന്ന പല വിവാദങ്ങൾ? തീർച്ചയായിട്ടും 2 സർക്കാരുകളും അനാവശ്യമായൊരു വിവാദത്തിലേക്ക് വലിച്ചെടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഒന്ന്, നമുക്കറിയാം, ഈ ശ്രീധരനെ അദ്ദേഹത്തെ ഈ പരിപാടിയിൽ നേരത്തെ തന്നെ ഫസ്റ്റ് തന്നെ വിളിക്കേണ്ടതായിരുന്നു. കാരണം അദ്ദേഹം പ്രോട്ടോകോളിൽ ഒന്നും വരുന്നില്ലെങ്കിൽ തന്നെയും അദ്ദേഹം ഇതിൻ്റെ പരമാത്മാവും ജീവാത്മാവും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത്രമാത്രം അദ്ദേഹത്തിൻ്റെ എഫർട്ടും നമ്മളെല്ലാവരും കേരള ജനത മൊത്തം അംഗീകരിച്ചാണ്. രണ്ടാമത്, ഇവിടുത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു ഇച്ഛാശക്തിയാണ് ഈ പദ്ധതി പൂർത്തീകരിക്കാനുള്ള ഒരു കാരണം ഉണ്ടായത്. അദ്ദേഹത്തെ ക്ഷണിക്കാമായിരുന്നു. ഇത് മാത്രമല്ല, സ്ഥലം MLA PT തോമസിനെ വിളിച്ചിട്ടില്ല. MBAക്ക് ലാസ്റ്റ് നിമിഷവും മേയറിനെയൊക്കെ ലാസ്റ്റ് നിമിഷവും ഉൾപ്പെടുത്തിയത്. ഇത് മാത്രമല്ല, ഇപ്പോൾ പ്രതിപക്ഷ നേതാവും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്, പക്ഷെ അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. ഇത് ജനാധിപത്യ രാജ്യമല്ലേ? എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്തിന് ഇത്ര അസഹിഷ്ണുത കാണിക്കണം? കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ ഓപ്പോസിഷൻ ലീഡർ, അദ്ദേഹത്തിനെ പ്രസംഗിക്കാൻ പോലും അവസരം കൊടുക്കാത്തത് സത്യം പറഞ്ഞാൽ ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്തിനെ ഇത്ര അസഹിഷ്ണുത കാണിക്കണമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഒരു ജനപ്രതിയല്ലേ, തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതി, ഓപ്പോസിഷൻ ലീഡർ. അങ്ങനെ ഇത് അനാവശ്യമായ വിവാദങ്ങൾ ഇത് വരുത്തി വെച്ചതാണ് 2 ഗവൺമെൻറ്. പരസ്പരം അങ്ങോട്ട് പറയുന്നു. ഒരാൾ പറയുന്നു വേണ്ട രീതിയിൽ പറഞ്ഞില്ല എന്ന് പറയുന്നു, ഒരു പറയുന്നു ഞങ്ങളത് പറഞ്ഞു കേട്ടില്ല എന്ന്. ഇത് ജനങ്ങളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളതുകൊണ്ട് ഞങ്ങളാരും UDF ഇതിനെ ബഹിഷ്കരിക്കുന്നില്ല. ഞങ്ങളുടെ നേതാക്കന്മാരൊക്കെ ഞങ്ങളൊക്കെ നാളെ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ 20-ാം തീയതി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറും പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ MM ഹസനും ആര്യാടൻ മുഹമ്മദ് സാറടക്കമുള്ള ആളുകൾ ഒരു ജനകീയ യാത്ര ഞങ്ങൾ 20-ാം തീയതി ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്നും ജനങ്ങൾ ഒരുമിച്ച് ജനങ്ങളുടെ ഒപ്പം യാത്ര ചെയ്ത് പാലാരട്ടും വരെ യാത്ര ചെയ്യാനുള്ള പരിപാടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഇന്ന് നാളത്തെ പരിപാടി ബഹിഷ്കരിക്കാനോ അതിന് പ്രതിഷേധിക്കാനോ ഞങ്ങളില്ല. അത് ഗവൺമെന്റുകൾ വെറുതെ വരുത്തി വെച്ചുള്ള ഒരു വിവാദം മാത്രമായി പറയാൻ സാധിക്കുള്ളൂ. ശ്രീ ജയചന്ദ്രൻ, അവസാന ഭാഗത്ത് വന്നിട്ടുള്ള ചില വിവാദങ്ങൾ നമുക്ക് മാറ്റിവെക്കാം. കേരളത്തെക്കുറിച്ച് പൊതുവെ പറയുന്നത് പലവിധ വിവാദങ്ങൾ മൂലം ഇവിടെ വികസന പദ്ധതികൾ ഒന്നും തന്നെ നടക്കുന്നില്ല എന്ന ഒരു കാഴ്ചപ്പാട് ചില ആളുകൾക്ക് എങ്കിലും ഉണ്ട്. ആ ഒരു സംസ്കാരത്തിന് വന്ന വലിയൊരു മാറ്റം കൂടിയല്ലേ ഈ കൊച്ചി മെട്രോയുടെ കാര്യത്തിൽ കണ്ട വലിയൊരു ഒത്തൊരുമ? വിവാദങ്ങളെ സംബന്ധിച്ചിടത്തോളം മലയാളിയെ സംബന്ധിച്ച് വിവാദങ്ങൾ എന്ന് പറയുന്നത് മലയാളിയുടെ കൂടപ്പിറപ്പാണ്. വിവാദമില്ലാതെ മലയാളിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത.
അപ്പോൾ വിവാദങ്ങളൊന്നും കാര്യമില്ല. ഇതിന് തുടക്കം മുതൽ തന്നെ കേന്ദ്ര നഗരവികസന ബോർഡാണ് ആദ്യം വിവാദമുണ്ടാക്കുന്നത്. കാരണം കൊച്ചിയെപ്പോലെ ഒരു കൊച്ചി നഗരത്തിന് മെട്രോ റെയിലിനെ താങ്ങാൻ സാധിക്കുമോ എന്നുള്ളൊരു ഇതാണ് വന്നത്. 2006 ഇടതുപക്ഷ ഗവൺമെൻറ് വന്നപ്പോഴാണ് PPP അടിസ്ഥാനത്തിൽ ഈ സാധനം കേന്ദ്ര ഗവൺമെൻറ് മാത്രമായി ഈ പരിപാടി നടത്തണമെന്നുള്ള തീരുമാനമെടുക്കുന്നതും അത് PPP അടിസ്ഥാനത്തിൽ കൊണ്ടുവരാമെന്ന് പിന്നീട് തീരുമാനമുണ്ടാക്കുന്നതും. പിന്നെ വിവാദങ്ങൾ ആദ്യം മുതലേ ഉണ്ട്. ശ്രീധരനെ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു വലിയ വിവാദം ഉണ്ടാകുന്നു. ഇത് നടപ്പാക്കാൻ സാധിക്കില്ല. ഡൽഹി മെട്രോ കോർപ്പറേഷന് പുറത്തുപോയി പണിയെടുക്കാൻ സാധിക്കില്ല. അതിൽ P. രാജീവൻ അന്ന് MP ആയിരുന്ന രാജ്യസഭാംഗമായിരുന്ന P. രാജീവൻ്റെ ഒക്കെ വലിയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. മെട്രോ റെയിൽ കോർപ്പറേഷനായി ഇതിൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ട് ഡോക്ടർ ശ്രീധരനെ കൊണ്ടുവരുന്നതിന് വലിയ എതിർപ്പുകളുണ്ടായിരുന്നു. IAS ലോബി ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്നതാണ്. അന്നത്തെ ഓരോ വിവാദങ്ങളും ഇതിൻ്റെ എല്ലാം ആക്കം കൂട്ടുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ അതെല്ലാം അതിജീവിക്കാൻ കേരളത്തിന് സാധിച്ചു എന്നുള്ളതാണ്. പഴയ ഒരു IAS ഓഫീസറിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഏലിയാസ് ജോർജ് വരുന്നതിന് മുമ്പ് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഡൽഹിയിൽ നിന്ന് അനുകൂലമായ തീരുമാനമുണ്ടാകുന്നതിന് ഒട്ടേറെ താമസമുണ്ടായിരുന്നു. പുറത്തേക്ക് DMRC പണിയെടുക്കില്ല എന്ന തീരുമാനമുണ്ടായിരുന്നു. കൊച്ചിയിൽ നിന്ന് നഷ്ടമാണെന്ന് മുൻകൂട്ട് പറഞ്ഞു. ഇതെല്ലാം വിവാദം ഇതിൻ്റെ ഭാഗമാണ്. ഇത് തീർച്ചയായും അത്തരം വിവാദങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് കൊച്ചി മെട്രോ യാഥാർത്ഥ്യത്തിലേക്ക് പോകുന്നത്. ശ്രീ അൻവർ സാദ്, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. എന്തായാലും ആദ്യഘട്ടമാണ് പൂർത്തിയാകുന്നത്. ഇനിയും കുറെ കൂടി ജോലികൾ ബാക്കിയുണ്ട്. ഇപ്പോൾ കണ്ടിട്ടുള്ള ഈ ഒത്തൊരുമ അല്ലെങ്കിൽ ഈ ഒരു വേഗത തൃപ്പൂണിത്തറ വരെ നീളുന്ന കൊച്ചി മെട്രോ എന്നുള്ള വലിയ സ്വപ്നത്തിലേക്ക് ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ പദ്ധതിക്ക് UDF എന്നും ഇനിയും പിന്തുണ തന്നെയാണ്. എനിക്ക് ഇപ്പോഴുള്ള ഗവൺമെൻറ് ഇനി പൂർത്തീകരിക്കാനുള്ള ഭാഗത്തേക്കുള്ള പ്രവർത്തനം നടത്തുവാനുള്ള ഇച്ഛാശക്തിയും അതിനുള്ള താല്പര്യവും കാണിച്ച് കഴിഞ്ഞ സർക്കാർ ഏത് രീതിയിലാണ് എഫർട്ട് എടുത്തത് അതേ രീതിയിൽ തന്നെ എഫർട്ട് എടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ UDFൻ്റെ ഭാഗത്ത് നിന്ന് UDF വികസനത്തിൽ രാഷ്ട്രീയം കലർത്താറില്ല. അപ്പോൾ ഇതിന് പൂർണ്ണമായി പിന്തുണ ഉണ്ടാകും. ഇത് പൂർത്തീകരിക്കേണ്ടത് UDFൻ്റെ LDFൻ്റെയും അതുപോലെ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ നമ്മുടെ കേരളീയരുടെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തെ വേറൊരു മുഖഛായയിലേക്ക് കൊണ്ടുവരാൻ, കൊച്ചിയെ വേറൊരു മുഖഛായയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഈ പദ്ധതി കൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മളിത് പൂർത്തീകരിച്ച് ഉദ്ദേശിച്ചത് ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ. ഇപ്പോൾ ഇവിടെ പറഞ്ഞു ഈ ശ്രീധരനെ ഒരിക്കലും UDF സർക്കാർ എതിർത്തിട്ടില്ല. അന്ന് ഇവിടെ ഒരു കാര്യം ശരിയാണ്, ചില ഉദ്യോഗസ്ഥന്മാർ അതിൽ ചില കരുക്കൾ നീക്കിയെങ്കിലും അന്നത്തെ ഗവൺമെൻറ് ഉമ്മൻചാണ്ടി സർക്കാർ അതിന് കൂട്ടുനിന്നില്ല. അത് വളരെ ശക്തമായി തന്നെ ഈ ശ്രീധരനെ കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ടാക്കി. എനിക്കൊരു കാര്യമാണുള്ളത്, ഇപ്പം ഇതിൻ്റെ തുടർന്നും ഈ ശ്രീധരനെ കൊണ്ടുവരാൻ ഈ അന്ന് ബലം പിടിച്ച് അല്ലെങ്കിൽ അന്ന് വലിയ ഞങ്ങളാണിത് ഈ ശ്രീധരൻ നിലനിർത്തിയെന്ന് അവകാശപ്പെട്ട ആളുകൾ തീർച്ചയായിട്ടും ഇനിയുള്ള തുടർ വർക്കിനും ഈ ശ്രീധരനെ കാണണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായത്തിൽ. ഞങ്ങളും പറയുന്നു വീണ്ടും ഈ ശ്രീധരൻ തന്നെ ഈ പദ്ധതിക്ക് ഇനിയുള്ള പൂർത്തീകരിക്കുവാനും അദ്ദേഹത്തിൻ്റെ മേൽനോട്ടം, അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വേണം. അതിന് ഗവൺമെൻറ് അതിന് പിന്നോട്ട് പോകരുതെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായിട്ടും കൊച്ചി മെട്രോ പൂർണ്ണമായും ട്രാക്കിലാകുന്നത് വരെ യുവത്തിനും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ നന്ദി ശ്രീ അൻവർ സാദ്. ഒപ്പം ജയചന്ദ്രൻ, PT തോമസ് MLA ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്.